ചോദ്യം: ഒരു ഫർള് നിസ്കാരത്തിന്റെ സമയം അവസാനിക്കാറായപ്പോഴാണ് നിസ്കരിച്ചിട്ടില്ലെന്ന് ഓർമ്മ വന്നത്. വുളുവിന്റെ സുന്നത്തടക്കം നിർവഹിക്കുകയാണെങ്കിൽ നിസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെടുകയും ചെയ്യും. എങ്കിൽ ആ സുന്നത്ത് മനഃപൂർവ്വം ഒഴിവാക്കാമോ? ഉത്തരം: ഇങ്ങനെയുള്ള അവസരത്തിൽ വുളുവിന്റെ ഫർളുകൾ മാത്രം ചെയ്ത് വേഗം നിസ്കാരത്തിൽ പ്രവേശിക്കുകയാണ് വേണ്ടത്. വുളു പൂർണ്ണരൂപത്തിൽ നിർവഹിക്കുന്ന ശീലമാണ് സാധാരണ എല്ലാവർക്കുമുള്ളത്. ഇത്തരം ഘട്ടങ്ങളിൽ ആ സുന്നത്തെടുക്കൽ ഹറാമായിത്തീരുമെന്ന കാര്യം പലരും ഓർക്കാറില്ല. ചോദ്യം: നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദ് ഓതുന്നതിന്റെ വിധിയെന്താണ്? ഉത്തരം: എല്ലാ റക്അത്തിലും ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദ് സുന്നത്താണ്. അത് ഒഴിവാക്കൽ കറാഹത്തുമാണ്. ചോദ്യം: ഞാൻ ഒരു തൊഴിലാളിയാണ്. രാവിലെ ജോലി തുടങ്ങിയാൽ വൈകുന്നേരമേ അവസാനിക്കൂ. ഉച്ചസമയത്ത് നിസ്കരിക്കാമെന്ന് വെച്ചാൽ വസ്ത്രത്തിൽ സിമന്റോ ചെളിയോ വിയർപ്പോ ഒക്കെ ഉണ്ടാവും. നിസ്കരിക്കാനാവില്ല. ശുദ്ധിയുള്ള ഒരു വസ്ത്രം കൂടി കയ്യിൽ കരുതുക എപ്പോഴും പ്രായോഗികവുമല്ല. അത് കാരണം നിസ്കാരം ഖളാ ആവുന്നു. ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാമോ? ഉത്തരം: സിമന്റ്, ചെളി, വിയർപ്പ് തുടങ്ങിയവയൊന്നും നജസ് പട്ടികയിൽ ഉൾപ്പെടുന്നില്ല. മറ്റു നജസൊന്നും ശരീരത്തിലോ വസ്ത്രത്തിലോ ഇല്ലെങ്കിൽ ആ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നിസ്കാരം സാധുവാകുന്നതാണ്. നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലമില്ലെങ്കിൽ ശുദ്ധമായ ഭൂമിയിൽ എവിടെ വെച്ചും നിസ്കരിക്കാമല്ലോ. ഇത്തരം കാരണങ്ങളൊന്നും നിസ്കാരം ഒഴിവാക്കാൻ വകുപ്പില്ല. ചോദ്യം: മറ്റൊരാളുടെ സ്ഥലം കോടതി നിയമത്തിന്റെ പിൻബലത്തോടെ കിട്ടിയാൽ അത് സ്വന്തമാകുമോ? അവിടെ വെച്ച് നിർവഹിക്കപ്പെടുന്ന നിസ്കാരം സ്വഹീഹാകുമോ? ഉത്തരം: കോടതി നിയമത്തിന്റെ പിൻബലം കൊണ്ട് മാത്രം ലഭിക്കുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ സ്വന്തമാവുകയില്ല. അങ്ങനെ വരുമ്പോൾ ആ സ്ഥലം യഥാർത്ഥത്തിൽ അവൻ്റേതല്ലെങ്കിൽ മഗ്സൂബാകുന്നു. മഗ്സൂബായ ഭൂമിയിൽ നിസ്കരിക്കുന്നത് സ്വഹീഹാണെങ്കിലും കുറ്റകരമാണ്. നിസ്കരിച്ചതിന് കൂലി ഉണ്ടാവുകയില്ല. ചോദ്യം: തിലാവത്തിന്റെ സുജൂദിന് തക്ബീറത്തുൽ ഇഹ്റാമും കൈകെട്ടലും സുന്നത്തുണ്ടോ? ഉത്തരം: തിലാവത്തിന്റെയും ശുക്റിന്റെയും സുജൂദ് ചെയ്യുന്നവർ നിസ്കാരത്തിലെ പോലെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ശേഷം കൈകെട്ടൽ സുന്നത്തുണ്ട്. ചോദ്യം: സൂറത്ത് മെല്ലെ ഓതേണ്ട നിസ്കാരത്തിൽ ഇമാമിന് തിലാവത്തിന്റെ സുജൂദ് സുന്നത്തുണ്ടോ? ഉണ്ടെങ്കിൽ മഅ്മൂമുകൾ വിഷമിക്കുന്നത് ഇല്ലാതാക്കാൻ എന്തു ചെയ്യും? ഉത്തരം: ഫാത്തിഹയും സൂറത്തും ശബ്ദമുയർത്താതെ ചൊല്ലുന്ന നിസ്കാരത്തിലും തിലാവത്തിന്റെ സുജൂദ് സുന്നത്താണ്. പക്ഷേ മഅ്മൂമുകളെ ആശയക്കുഴപ്പത്തിലാക്കാതിരിക്കാൻ ആ സുജൂദ് നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതുവരെ പിന്തിക്കൽ ഇമാമിന് സുന്നത്താണ്. ചോദ്യം: മറ്റൊരു മദ്ഹബുകാരനുമായി തുടർന്ന് നിസ്കരിച്ചാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ? ഉത്തരം: മറ്റൊരു മദ്ഹബുകാരനെ തുടർന്നു എന്നതിൻ്റെ പേരിൽ സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. എന്നാൽ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം സഹ്വിന്റെ സുജൂദിന് കാരണമാകുന്ന ഒരു പ്രവർത്തനം ഇമാമിൽ നിന്നുണ്ടായാൽ ഇമാമിൻ്റെ മദ്ഹബനുസരിച്ച് അത് സഹ്വിന്റെ സുജൂദിന് കാരണമല്ലെങ്കിലും മഅ്മൂം സുജൂദ് ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണമായി ഒരു ഷാഫിഈ മദ്ഹബുകാരൻ സുബ്ഹ് നിസ്കാരത്തിൽ മറ്റൊരു മദ്ഹബുകാരനെ തുടർന്നു. ഇമാം ഈ നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയില്ല, സഹ്വിന്റെ സുജൂദ് ചെയ്തില്ല. എങ്കിൽ മഅ്മൂമിന് സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട്. ഇവിടെ ഇമാമിന്റെ രണ്ടാമത്തെ ഇഅ്തിദാലിൽ ചുരുങ്ങിയ തോതിൽ ഖുനൂത്ത് ഓതാൻ മഅ്മൂമിന് അവസരം കിട്ടുകയും അങ്ങനെ നിർവഹിക്കുകയും ചെയ്താലും മഅ്മൂമിന് സുജൂദ് സുന്നത്തുണ്ട്. കാരണം അവന്റെ വീക്ഷണത്തിൽ ഇവിടെ ഇമാമിന്റെ നിസ്കാരം ന്യൂനതയുള്ളതാണ്. ചോദ്യം: സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടിയിരുന്ന ആൾ അത് ചെയ്യാൻ മറന്ന് സലാം വീട്ടിയാൽ എന്തു ചെയ്യണം? ഉത്തരം: സലാം വീട്ടി അധിക സമയമാകും മുമ്പ് മറന്നത് ഓർമ്മ വന്നാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നതുകൊണ്ട് നിസ്കാരത്തിലേക്ക് തന്നെ മടങ്ങുന്നതാകയാൽ സുജൂദിന് ശേഷം നിസ്കാരത്തിന്റെ സലാം വീട്ടേണ്ടതാണ്. സമയം ദീർഘിച്ച ശേഷമാണ് ഓർമ്മ വന്നതെങ്കിൽ സഹ്വിന്റെ സുജൂദ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ചോദ്യം: മഗ്രിബ് ഖളാ ആകുന്നത് എപ്പോഴാണ്? വിവിധ അഭിപ്രായങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. വിശദീകരിക്കാമോ? ഉത്തരം: ഇശാ നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചാലാണ് മഗ്രിബ് ഖളാ ആവുക. മഗ്രിബ് ബാങ്ക് കൊടുത്ത് ഏകദേശം 5 റക്അത്ത് നിർവഹിക്കാനുള്ള സമയമേ അദാഇന്റെ സമയത്തുള്ളൂ എന്ന് അഭിപ്രായമുള്ളതിനാൽ എത്രയും വേഗം നിസ്കരിക്കുകയാണ് വേണ്ടത്. ചോദ്യം: ഒരാൾ ളുഹർ നിസ്കരിച്ചു കൊണ്ടിരിക്കെ അസറിന്റെ സമയം പ്രവേശിച്ചാൽ ആ ളുഹർ അദാ ആകുമോ? ഉത്തരം: ളുഹർ ഒരു റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ മുമ്പാണ് അസറിന്റെ സമയം പ്രവേശിച്ചതെങ്കിൽ ളുഹർ ഖളാ ആകുന്നതാണ്. ഒരു റക്അത്ത് കഴിഞ്ഞ ശേഷമാണെങ്കിൽ അദാ തന്നെ. ശരിയായ കാരണം കൂടാതെയാണ് ഈ സമയം വരെ പിന്തിച്ചതെങ്കിൽ കുറ്റക്കാരനാവും.